നമസ്കാരം. ബോംബെയിൽ നിന്നുള്ള പുതിയൊരു സുപ്രഭാതം പൊട്ടിവിടർന്നിരിക്കുകയാണ്. നമ്മൾ പതിവ് പോലെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ പരിപാടി എന്താണ്? അപ്പോൾ ആദ്യത്തെ പരിപാടി ഇന്നും ഷോപ്പിംഗ്. എവിടേക്കാ പോണത്? ഹിന്ദുമാത ക്ലോത്ത് മാർക്കറ്റ്. ഹിന്ദുമാത ക്ലോത്ത് മാർക്കറ്റ് ഉണ്ട് ഇവിടെ. അതായത് ചുരിദാർ, സാരി, അങ്ങനത്തെ ഉള്ളത്. ചുരിദാർ, സാരി എല്ലാം ചീപ്പായി കിട്ടണ ഒരു വലിയൊരു മാർക്കറ്റാണ്. ഹോൾസെയിൽ മാർക്കറ്റാണ്. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേരുടെ ഏരിയ അപ്പുറത്തെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ട്. അപ്പൊ അവിടെയും ഒന്ന് പോണം. അപ്പൊ അതാണ് ഇന്നത്തെ പരമപ്രധാനമായ ലക്ഷ്യം. ഇന്നത്തെ ആദ്യത്തെ പരിപാടി. ബാക്കി നമ്മൾ വഴിയെ പറയാട്ടോ. പിള്ളേരൊക്കെ എല്ലാവരും കൂടെ റെഡിയാണ്. നമ്മൾ ഓലെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാറിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഊബറുകാരൻ നമ്മളെ ഇവിടെ ഇറക്കി വിട്ടു. നമ്മൾ ഹിന്ദുമാത മാർക്കറ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. നമ്മള് ഇപ്പൊ ഉള്ളത് ഈ ശാന്തിദൂത് ക്ലോത്ത് മാർക്കറ്റിലാട്ടോ. ഇവിടെ എല്ലാ സംഭവങ്ങളും ഹോൾസെയിലായി കിട്ടും. സാരി, കുർത്തി, സൽവാർ സൂട്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇഷ്ടമാതിരി സെലക്ഷനും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നോഞ്ഞി ഇറങ്ങണോ ഇന്നത്തെ ഫുൾ സെലക്ഷൻ? സമയം പുരോഗമിക്കും തോറും പിള്ളേരുടെ അംഗവും തുടങ്ങിയിരിക്കട്ടാ. എന്താ ചെയ്യണ? എന്താ അവസ്ഥ? ഇനി എത്ര നേരം എടുക്കും? സെലക്ഷൻ ഉണ്ടോ? ഇങ്ങനത്തെ തുണിയാ നമ്മള് ഈ സിന്തറ്റിക് പിള്ളേർക്ക് കൊള്ളുമല്ലോ. അപ്പൊ കൊള്ളുന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ എടുക്കായിരുന്നു. പക്ഷെ ഇവര് പറഞ്ഞ നല്ല സെലക്ഷൻ ആണ്. അപ്പൊ അത് നോക്കാം, ട്രൈ ചെയ്യട്ടെ. എത്രണ്ണം പൂശി കഴിഞ്ഞ അവസാനം? 6 എടുത്തു. എന്റെ ഇവിടെ വന്നാ ഒരു സംഖ്യ ഉണ്ടാവല്ലോ. എന്റെ കഴിഞ്ഞ ഷോപ്പിംഗ്. ശരി. ഇതേതാ സ്ഥലം? ദാദർ ടി. പിള്ളേരുടെ ഡ്രസ്സിന്റെ ഏരിയ അല്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ ദാദർ ടി. നമ്മള് പിള്ളേർക്കുള്ള ഡ്രസ്സുകൾ നോക്കി ഇറങ്ങിയതാണ്. നമ്മള് കൊറേ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ സ്ട്രീറ്റിൽ നിന്ന്. അത് കഴിഞ്ഞതാ സമയം ഇപ്പൊ 2:45 അതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ അതൊരു റെസ്റ്റോറന്റ് അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് നമ്മളൊരു പഞ്ചാബി റെസ്റ്റോറന്റിൽ ഒന്ന് കയറിയിട്ടാ. പഞ്ചാബി റെസ്റ്റോറന്റിൽ വന്നിട്ട് ഒരു ചില്ലി ചിക്കൻ പറഞ്ഞു. 65 പറഞ്ഞു. 65 ഗ്രേവി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഗ്രേവി പോലെ, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ബാക്കി സാധനങ്ങൾ വഴിയെ വന്നോണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? നല്ലതാ? നല്ല രുചി. ഓ അച്ചു, എന്താ ഈ കടായിലുള്ള സംഭവത്തിന്റെ പേര്? ചിക്കൻ ലസോങ്കി. ഗാർലിക്കിന്റെ ഫ്ലേവറിലുള്ള ഒരു സംഭവം. സംഭവം എല്ലാം നല്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോ എന്താ ബാക്കിയുള്ളത്? ഓ, ബിരിയാണി പ്രാന്തിയായ എസിയുടെ ബിരിയാണി. വെയിറ്റിംഗ് ഫോർ ബിരിയാണി. പോരും. അങ്ങനെ ഒരു കാത്തിരിപ്പിനൊടുവിൽ എസിയുടെ നല്ല ഉഗ്രൻ വെടിക്കെട്ട് ദം ബിരിയാണി. ദമ്മ് നമ്മുടെ മുമ്പിലോടെ വെച്ചിട്ടാ പൊട്ടിച്ച് വന്നിരിക്കുകയാണ്. എസിയ ടേസ്റ്റ് നോക്കിയാ എങ്ങനെയുണ്ട്? എസി നല്ലതെന്ന് പറഞ്ഞ അപ്പീലില്ല. അത്രയും സൂപ്പർ ബിരിയാണിയാവും അത്. കഴിച്ചോളോ, വെയിറ്റ് ചെയ്യണ്ട. നമ്മള് ഒന്നും കൂടി ക്രഫോർഡ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. പിള്ളേർക്ക് സ്കൂളിലേക്കുള്ള കുറെ സാധനം കൂടിയും വാങ്ങാണ്ട്. മിനിഞ്ഞാന്ന് നമ്മൾ വന്നപ്പോ ഇതൊക്കെ പ്രമാണിച്ചിട്ട് പകുതി കടകൾ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇന്നൊരു കറങ്ങാന്ന് വിചാരിച്ചു. പിള്ളേര് ഇൻസ്റ്റാഗ്രാമൊക്കെ വെച്ച് നോക്കി കണ്ടുപിടിച്ചൊരു കടയാണ് ഈ റെയിൻബോ എന്ന് പറയണത് കേട്ടോ. ഇവിടെ സ്കൂളിലേക്കുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടെന്നാണ് ഇവര് പറയണത്. എന്താണെങ്കിലും നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഒരു ഗുഹയൊക്കെ കയറിയിട്ട് വേണം ഉള്ളിൽ പോവാൻ. ഇതാണ് ഈ റെയിൻബോ. പക്ഷെ ഇത് പുറത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വലിയൊരു കടയായിരുന്നില്ലേ? എന്റെ ഉള്ളിൽ വന്നപ്പോ वही बड़ा है। इससे भी 4 गुना माल उधर सामने गोडाउन में। एक क्या एक पीस 2 पीस रखना पड़ता है इधर। अच्छा ये क्या है? सही बात है. ഡയറി. പക്ഷെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ സ്കൂളിലേക്കുള്ളത്. അതവിടെ പരതൽ തുടങ്ങിയിട്ടുണ്ട്. തുണി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേരുടെ അവസ്ഥ കാണണോ?
കണ്ടോ എല്ലാവർക്കും വയ്യാതെ കേട്ടോ. ഒരു കടയുടെ സൈഡിൽ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. അച്ഛനൊന്നും അനങ്ങാൻ വയ്യ, പാവം. എസി അതെ ക്ഷീണിച്ചു. രാവിലോട്ട് തുടങ്ങിയ അങ്കല്ലേ. ഇതൊരു തുണിയല്ല, തുണി, ബെഡ്ഷീറ്റ്, പില്ലോ കവർ, എല്ലാ സംഭവങ്ങളും കിട്ടും. ഇതിന്റെ എവിടെ പോയാലും അവിടെ ഇവിടെ എല്ലായിടത്തും വഴികളാണ്. എല്ലാ ഭാഗത്തും തുണിയോട് തുണി. ഏത് ടൈപ്പ് തുണി വേണമെങ്കിലും ഇവിടെ കിട്ടൂട്ടാ. റേറ്റ് ആണെങ്കിലും അതെ വളരെ തുച്ഛമാണ്. തുണി എടുക്കണമെങ്കിലൊക്കെ ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഈ മസ്കറ്റ് എന്നൊക്കെ എടുക്കണേക്കാളും നല്ലത്. ഈ വാങ്ങണേനൊന്നൊരു അവസാനല്ലേ ഞോഞ്ഞിയേ? മതിയടി. അച്ഛനെല്ലാം കിട്ടിയോ? അച്ഛൻ എന്താ വേണ്ട? അവിടെ എന്തോ ഒരു സാധനം വേണമെന്ന് പറഞ്ഞു. എന്താ? വാ നടക്ക് നോക്ക്. പിന്നെ ഒരു അവസാനല്ല കേട്ടാ. എന്താ പറഞ്ഞേ? ഇപ്പൊ ഒരു ചെറിയ കട കണ്ടാലേ ഇപ്പം രണ്ടുപേരും സാധനം വാങ്ങിക്കോ. ഇതിനൊരു അവസാനല്ല. മതി ഇന്നത്തെ കഴിഞ്ഞ സി അങ്ങനെ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കലാശക്കൊട്ടും കഴിഞ്ഞ് നമ്മള് ഇറങ്ങട്ടോ. അല്ല, ഹോട്ടലിലേക്ക് പോവാണ് വീണ്ടും. ഓ അങ്ങനെ നമ്മള് അവസാനം വീണ്ടും നമ്മുടെ ഹോട്ടലിലെത്തിട്ടോ. എളുപ്പല്ലാട്ട ഈ യാത്ര. മെയിൻ പൊടിയും സൗണ്ടുമാണ്. പിള്ളേരും എടുക്കും. എല്ലാവർക്കും ക്ഷീണാണ് കണ്ടോ. അവർക്ക് സാധനങ്ങൾ വാങ്ങിയത് അൺബോക്സ് ചെയ്യാൻ എന്റെ ധൃതിയാണ്. അയ്യോ അങ്ങനെ റൂമെത്തി. ബെഡൊക്കെ കാണുമ്പോ ഒരു സമാധാനം. ഓ ഇവിടെ കേറി വന്നപ്പോഴേക്ക് ഇത് എന്താ പറയാ ഊരി തുടങ്ങിയോ? ഒരു പറ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിണ്ട് കേട്ടോ. ഇനി സ്കൂളിലേക്ക് 2 വർഷം ഒരു സാധനം വാങ്ങണ്ടല്ലോ. ഇനി എന്താ? ഇനി ഒന്നുമില്ല, എല്ലാം അവസാനിച്ചു. ഇനി സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനല്ല. ഒരേ സ്കൂൾ ഷൂ നാളെ വാങ്ങാം നമുക്ക്. ഓ ദാ കാറുകളുടെ ചാകരയാണ് ഇവിടെ. ചാകര അതാ കുറുമിയുടെ. എവിടെന്നാ ഈ കുറുമി കിട്ടിയെന്നാളാ? കുറുമിയാ കുറുമിയുടെ ഒരു ചാകരയാണ് ഇവിടെ. അച്ഛന്റെ ഗണ്ണിന്ന് എന്താണോ പുക പോണു? ഫയറാണത്. എന്താണത്? ഈ എന്താടി ഇത്? എല്ലാം കൂടി നിരത്തിയിട്ടിരിക്കുന്ന കച്ചവടം ചെയ്യാനാ? ഇതൊരു ലോഡ് ഉണ്ടല്ലോ. അച്ഛൻ എന്തൊക്കെയാണത് തന്റെ? ഇതൊക്കെ ടോയ്സ് ആണല്ലോ. സ്കൂളിലേക്കുള്ളൊന്നുമില്ല. എവിടെ? ഏതാ സ്കൂളിലേക്കുള്ള? ഇതെന്താ? ടിഫിൻ ബോക്സ്, ബോക്സ്, പിന്നെന്താ? ഓ തന്റെ സൈബർ ട്രക്ക് ഒക്കെ അവിടെ കിടക്കണ്ടല്ലോ. സൈബർ ട്രക്കിന്റെ ഉള്ളിൽ ഒരു ബേബി ഉണ്ടോ? അത് കാണിച്ചേ. ബേബി സൈബർ ട്രക്ക് തകർത്തല്ലോ. എസിയ എന്താടാ തന്റെ സ്പെഷ്യൽ? എനിക്ക് ഈ ലാമ്പ് ഉണ്ട്, സ്റ്റഡി ലാമ്പാ? ആഹാ, അതെന്ത് ബാഗാ? അതുകൂടി പറയേ. കുറുമിയുടെ എത്ര സാധനങ്ങളൊന്നും വാങ്ങിണ്ട്? തനിക്ക് കുറുമീനെ എവിടെന്നാ കിട്ടിയത്? അതൊന്ന് പറഞ്ഞേ. കുറുമിയുടെ ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിട്ട് കേട്ടോ. പിന്നെന്തൊക്കെയാ കുറുമിയുടെ ഉള്ളത്? പൗച്ച്, ബുക്ക്, പിന്നെന്താ? ഇതൊരു പൗച്ചാണ്. ആഹാ, സ്റ്റിക്കിംഗ് നോട്ട്സുകളാണ്. ഞോഞ്ഞിടെ എന്താ? ആസ്ട്രോനോട്ട് ടേബിളാണ് വാങ്ങിക്കുന്നത്. ഓഹോ, ഇതൊരു ടേബിൾ ലാമ്പ് ആസ്ട്രോനോട്ടിന്റെ. ഇതൊരു ഗ്ലിറ്റർ പെന്ന്, ബ്രഷ്, ബുക്ക്, ബോക്സ്, സ്റ്റിക്കി നോട്ട്, LCD ബോക്സ്. ഇതെന്താ ഒരു കീച്ചേനും വാങ്ങിയ? നക്ഷത്രയാ എന്നാ? ഓ ഞാൻ ബാക്കിൽ കിടക്കണ എന്താ? 3 ആളുടെ ഇല്ലേ? എടുത്തു വെച്ചോളതല്ല, നിരത്തിയിട്ട് മതി. എനിക്ക് കിടന്നുറങ്ങണം. ആ, അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷം. സംഭവങ്ങളൊക്കെ രസാണ്. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. എന്താ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ എന്താ പറയാ, മര്യാദക്ക് ഇരിക്കേ. പക്ഷെ ഈ പുറത്തു പോയിട്ട് ഈ സ്ട്രീറ്റിൽ കിടന്ന സാധനങ്ങൾ വാങ്ങാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. എല്ലാ കടയിലും കയറി ഇറങ്ങുക, ചൂട്, പൊടി, ബഹളം,
സൗണ്ടാണ് സൗണ്ടും തിരക്കും ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തൊക്കെയാണെങ്കിലും ഇവർക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം വാങ്ങി തീർത്തു. അതായിരുന്നു മെയിൻ നമ്മുടെ ആവശ്യം അല്ലേ? എല്ലാം തീർന്നില്ല, ഇനി ഒന്നുമില്ലല്ലോ. എല്ലാരും ഹാപ്പി? ഓക്കെ, ഷൂവും കൂടി ഉണ്ട്. അത് നമ്മൾ നാളെ അത് മേടിച്ച് അവസാനിപ്പിക്കും. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന്. ഇനി ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഇതെന്താ സംഭവം? ബൈ.